ഹലോ ഗായ്സ്, വെൽക്കം ടു യാ കപ്പിൾ. ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ടൊരു വിഷു വ്ളോഗാണ്. അപ്പോൾ ഏട്ടൻ്റെ കൂടെയുള്ള അധികം ഇയറിൽ ഇപ്പൊ നമ്മള് ഏട്ടന്റെ കൂടെയാണ് ഇവിടെ റാസൽ ഗെയിമിൽ വിഷു കഴിക്കുക പരിപാടിയായിരുന്നു. ഇപ്പൊ കുറച്ചായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഏട്ടന്റെ ഫാമിലിയൊക്കെ വന്നതിന് ശേഷം അപ്പൊ ഇപ്രാവശ്യം പെട്ടെന്ന് അവര് വിളിച്ചിട്ട് നമ്മള് വർക്കിംഗ് ഡേ ആണ് വിഷു വരുന്നത് തിങ്കളാഴ്ച, അപ്പൊ നമുക്ക് ഞായറാഴ്ച ആക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ എല്ലാരും കൂടി അച്ചായനും ഫാമിലിയും സൗഹൃദമായിട്ട് എല്ലാരും കൂടി സാഗറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയാണ് നമ്മള് ഇപ്രാവശ്യം. അപ്പൊ എല്ലാരും വീഡിയോ അടിപൊളിയായി നമ്മളൊരു നല്ല വിഷു സദ്യ ഒക്കെ ഒരുക്കി നല്ലൊരു വിഷു ആഘോഷിച്ചു. അപ്പൊ ഞങ്ങള് ചെറിയൊരു വിഷു ആഘോഷം അല്ലേ. അപ്പൊ നിങ്ങളെല്ലാവരും അത് കാണുക, ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അങ്ങനെ ഗായ്സ് നമ്മള് അഞ്ജുനെയും രജേട്ടനെയും പിള്ളേരൊക്കെ എടുത്ത് നെസ്റ്റോയിലേക്ക് പോവാണ്. കരാട്ടൊക്കെ ഇട്ട് അത് ഞങ്ങളെ പ്രേക്ഷകർ കാണട്ടെ. നമ്മള് നെസ്റ്റോയില് കയറി ഇനി ഇവിടുന്ന് അങ്ങോട്ട് എടുക്കലെന്നെ. അതെ ഗായ്സ്, അങ്ങനെ നമ്മള് ആദോനും ധ്രുപദിനും ഡ്രസ്സ് എടുത്തോണ്ടിരിക്കുകയാണ്. ധ്രുപദിന് സെലക്ട് ആയി, ആദോനും സെയിം. നാളെ വിഷുവിന് ഇവര് ഒരേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കും. അത് നേക്കടാണ്, അതുകൊണ്ട് ഞങ്ങൾ എടുക്കണില്ല. ഇനി കുറുമ്പ് കാണിച്ചു കഴിഞ്ഞാല് ഒരു ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള പ്ലാനിലാണ്. കൊടുക്കുന്നുണ്ട്, ഞാനത് വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്, ഉപയോഗിക്കും. അങ്ങനെ ഗായ്സ്, വിഷുവായിട്ട് അവൾക്കൊരു വലിയ ഗിഫ്റ്റ് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഹെയർ ഡ്രയർ ആണ്. കുറേ കാലമായിട്ട് ഞാൻ പറയണ വാങ്ങിക്കണം എന്ന്. അപ്പം നെക്സ്റ്റ് വന്നപ്പോൾ തേടിയ വള്ളി കാലി ചുറ്റി പറഞ്ഞ പോലെ അത് കാലിമ ചുറ്റി. അപ്പം ഫിറു പറഞ്ഞെടുത്തോളാം. അപ്പൊ ഞാൻ അതിന്റെ ഒരു കുറവ് വേണ്ട, മുടിയൊക്കെ പാറി പറക്കട്ടെ. അപ്പൊ നാളെ വിഷുവിന് വെറൈറ്റി ഇതാവും, മുടി കരിഞ്ഞു മിക്കവാറും. അപ്പൊ അഞ്ജുവിനോട് വേണമെന്ന് വെച്ചപ്പോ അഞ്ജുവിന്റെ ഉണ്ട് തന്നെ. അപ്പോഴാണ് ഒരു സത്യം മനസ്സിലായേ, വേൾഡിൽ ഒറ്റ പീസ് ഇവളിൽ മാത്രമാണ് ഹെയർ ഡ്രയർ ഇല്ലാത്തുള്ളൂ. അപ്പൊ ഭയങ്കര വിഷമ. ഇത്രയും കാലം അവളാ വിഷമം ഉള്ളിൽ ഒതുക്കി എനിക്ക് വേണ്ടിയിട്ട് പൈസ ഇല്ലാത്തോണ്ട് എന്റെ ഒപ്പം നിന്ന്. ഇപ്പൊ ഞാൻ വാങ്ങിക്കൊടുത്തപ്പോ ആ യഥാർത്ഥ ഇത് മനസ്സിലായത്, എല്ലാവരെയും ഈ സാധനം ഉണ്ട്, എന്റെ കുട്ടിയെ മാത്രല്ല. അപ്പൊ ഹാപ്പി അല്ലേ വിഷു ആയിട്ട്? കൈനീട്ടം ഞാൻ ഒരു എണ്ണ തരും. അങ്ങനെ ഗായ്സ്, നമ്മളെ പർച്ചേസൊക്കെ ഏകദേശം കഴിഞ്ഞ് രജയേട്ടനും ഡ്രസ്സ് എടുത്ത് അഞ്ജുവിന് പിന്നെ നാട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട് വിഷുവായിട്ട്. അപ്പോൾ നമ്മൾ പോവാണ്. അഞ്ജുവിന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, അടിപൊളി ഡ്രസ്സ്. എടുത്തില്ല? അഞ്ജുവിന് 2 കൂട്ടൊക്കെ അവിടെ ഉണ്ട് നാട്ടിൽ നിന്ന് കൊടുക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാം. ചെറിയ വിഷമമുണ്ട്. എന്നാ വിഷമമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പോവാണ് ഗായ്സ്. നമ്മളെ വാഴയുടെ ഇല കണ്ടപ്പോൾ നമ്മളെ കാണിക്കണം തോന്നി. നാളെ ഇതിലടിക്കാനുള്ള ഞങ്ങൾക്ക് ഫുഡൊക്കെ, പിന്നെ അത് ഒരുപാട് ഐറ്റംസ്, നാളേക്കുള്ള സദ്യക്കുള്ള ഐറ്റംസുകൾ, അതിൻ്റെ കൂടെ ധ്രുപദ്. ഗായ്സ്, ഇന്ന് അഞ്ജു പർച്ചേസിന് പോയ കാരണം ഞങ്ങൾക്ക് ഇന്ന് പുറത്തുനിന്നാണ് ഫുഡ്. പൊതുവെ ഇവിടെ സംഭവിക്കാറില്ല, ഒരു വീടും പോലെ ഉള്ളത്. ഇവിടെ വെറൈറ്റി ഫുഡുകൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ. അത്രയും ബിസി ആയിരുന്നു ഞങ്ങൾ, എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കാം. അതെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ നല്ല ദോശ, എന്താ മസാല, നോർമൽ ദോശ. ഓക്കെ, അപ്പോൾ എന്തായാലും കഴിക്കട്ടെ ഞങ്ങൾ. എന്നിട്ട് ബാക്കി പരിപാടികൾ, കട്ടിങ് മിട്ടിങ് ചെറിയ എന്തൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പടച്ചോനക്ക് അറിയാം. രജേട്ടൻ അഞ്ചുമാണ് മെയിന്, പക്ഷേ ഞങ്ങൾ സൈഡിൽ കൂടെ അഞ്ജുവിനെ പറഞ്ഞില്ലാന്ന് വേണ്ട വെച്ചിട്ട് വരും. അങ്ങനെ ഇതിന്റെ കൂടെ ഇഡ്ഡലി ഉണ്ട്, നമുക്ക് ദോശ, ഇഡ്ഡലി നല്ല രുചിയുണ്ട്, അടിപൊളി. ഫിറോന് നല്ല ഇഷ്ടമായിക്കണേ. കുറെ കാലം ഞങ്ങളിപ്പോ പെരുന്നാളൊക്കെ ആയിട്ട് ബിരിയാണിയും അതും ഇതൊക്കെ ആയിട്ട് ആകെ മടുത്ത് ഇരിക്കായിരുന്നു. അപ്പൊ സെറ്റില്ലേ, ഇഡ്ഡലി, ചട്നി, ചായ, അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. അഞ്ജുത നിൽക്കുന്നു, ബെഡിൽ ഇരുന്ന് കഴിക്കുന്നു. പക്ഷെ ബെഡിൽ കളയാതെ കഴിക്കും, അതാണ് ധ്രുപദിൻ്റെ പ്രത്യേകത. ടയറും അതൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇനി കലാപരിപാടി തുടങ്ങാനായി, ഇത് കഴിഞ്ഞതിന് ശേഷം അല്ലേ. നമ്മൾ വിഷുവിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേച്ചീൻ്റെ കൂടെ കമ്പനിക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം ചേച്ചീനും അഞ്ജുവിനെ കണ്ടുപിടിക്കുകയാണല്ലേ. പിന്നെ തേങ്ങ, ചേച്ചി മത്തങ്ങയൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്.
കുറച്ചൊക്കെ കട്ട് ചെയ്ത് അഞ്ച് കഴുകാൻ കൊണ്ടുപോയിട്ട്. അപ്പോൾ അങ്ങനെ വിഷുവിൻ്റെ ചെറിയ പരിപാടി പ്രതീക്ഷിക്കാതെ ഒരു ആഘോഷമായി വിഷു. പ്രതീക്ഷിക്കാതെ സ്കൂളൊക്കെ തുറക്കണ കാരണം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ നമ്മളാരും. അപ്പം അങ്ങനെ അപ്പോൾ നാളെ നമ്മൾ സെറ്റാക്കും വിഷു. ധ്രുപദ അങ്ങനെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്നു. എന്താ പറയാനുള്ളത് ധ്രുപദിന്? ഹാപ്പിയാ? എന്താ വലിയൊരു സന്തോഷം. കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ നാളെ നമുക്ക് സെറ്റാക്കാം. അങ്ങനെ വിഷുവിൻ്റെ പരിപാടികൾ തകൃതിയായി അഞ്ചു രുചിയേട്ടനും ചെയ്യുന്നുണ്ട്. നല്ല പുളിഞ്ചി ഉണ്ടാക്കുന്നു, ഇതവിടെ പായസം, പിന്നെ നല്ല സാമ്പാർ, നല്ല മത്തൽശ്ശേരി ഒക്കെ ഉണ്ട്. അഞ്ചുവിൻ്റെ എലിശ്ശേരിയൊക്കെയാണ്. ഒപ്പം പാത്രം കഴുകൽ, പിന്നെ പച്ചടി എന്താണതൊക്കെ ഇന്നലെ ഉണ്ടാക്കിയതുണ്ട്. മോര് കറിയൊക്കെ അല്ലേ ഇന്നലെ സെറ്റാക്കി. കഴിയില്ല. അപ്പോൾ ഒരുവിധം എല്ലാം നമ്മുടെ കഴിയാനായി ഏകദേശം. ഇനി ഇവരൊക്കെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറണം, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. ഞാനും മക്കളും ഇവര് കുളിച്ചത്ര, ഞാനും മക്കളൊക്കെ ഇനി കുളിക്കണം. രാവിലെ നീറ്റ് കുളിക്കില്ലേ? ഇപ്പം അടുത്തായിട്ട് തുടങ്ങിയ ശീലമാണ്, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതാ ഫിറു നീറ്റ് വന്നിരിക്കണേ? ഞാനിപ്പോൾ നീറ്റ് വന്നിട്ടുണ്ട്. കിടക്കായിരുന്നു. ഞാൻ ആ റൂമിൽ പോയി കിടന്നു. ഞാൻ പറഞ്ഞില്ലല്ലോ, അപ്പുറം അപ്പുറമൊക്കെ പോയി കിടക്കണത് കണ്ടല്ലേ. സെറ്റാണ്. എന്താണ് പറയാനുള്ളത്? അടിപൊളി. നല്ല ഉറക്കം ഉറങ്ങിയില്ലേ? ആ അത് പറയാൻ മറന്ന് അല്ലേ. ഹാപ്പി വിഷു. അത് ഹാപ്പി വിഷു പറയൂ, അത് പറയൂ. അത് മഴയൊക്കെ ആയിട്ട് നിൽക്കണത്, എന്തൊക്കെ ഇപ്പം എടുക്കേണ്ടത്, എന്തൊക്കെയാണ് ഇപ്പം തീരുമാനമാക്കേണ്ടത് വെച്ചിട്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു മത്തിലും ഓരോ പരിപാടിയിലും. അഞ്ചൊക്കെ പിന്നെ നേരത്തെ നീറ്റ് പണിയിലാണ്, സെറ്റായിക്കൊണ്ടിരിക്കല്ലോ. ഇന്നലെ ഞങ്ങള് രണ്ടുപേരും ഹാപ്പി വിഷു. ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി നമ്മള് ഇവിടെ? എന്തൊക്കെ ഉണ്ടാക്കി സദ്യക്ക് ഫുഡ്? ആ ഇഡ്ഡലിയാണോ ഉണ്ടാക്കി സദ്യക്ക്? ചോറിന് ഉച്ചയ്ക്കുമൊക്കെ ഇല വിരിച്ചിട്ട് എന്തൊക്കെ എന്തൊക്കെ കഴിക്കണോ? അതില് എന്തൊക്കെ ഇടണം ഇലയില്? പറയൂ. പഴം, പിന്നെ 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 എന്തൊക്കെ ഉണ്ടാക്കി നമ്മളിവിടെ? ആൻറ്റിയും അമ്മയൊക്കെ ഇന്നലെ എന്തൊക്കെ ഉണ്ടാക്കി? അയ്ബൂനിടണം ഇലയില്? അതിപ്പോൾ ഇല്ലാത്തൊരു കഷ്ടമല്ലോ. ഇലയിൽ എന്തിടണം എന്നാണ് ഞാൻ ചോദിച്ചത്. ചോറ്, സാമ്പാറ്, ഉപ്പേരി. ആ അരു വരൂ. അയറു ഹാപ്പി വിഷു. ഹാപ്പി വിഷു പറയ് ഹാപ്പി വിഷു പറയൂ. ഗായ്സ് അപ്പോൾ നമ്മൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. നല്ല ഇഡ്ഡലി സാമ്പാർ ഇവളിങ്ങനെ ആദൂന് വാരി കൊടുക്കുന്നുണ്ട്. ആ നമ്മളെ അയറിമോള് അവിടെ ഇരിക്കുന്നുണ്ട്, അവള് കഴിച്ച് കഴിഞ്ഞ്. ധ്രുപദ അവിടെ എടുക്കുന്നുണ്ട്, ഓന് കഴിക്കണില്ല. ധ്രുപദ നോക്കിക്കേ, എന്നെ കാണട്ടെ ആൾക്കാര് നോക്ക്. നമ്മളെ സാഗർ വന്നിട്ടുണ്ട്. സാഗർ വന്ന അപ്പൊ തന്നെ സാഗറിന് പണി കൊടുത്ത്, ഇവിടെ ആര് വന്നാലും അപ്പൊ പണി കൊടുക്കും. സാഗർ അപ്പൊ പായസം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്നില്ലൊന്നും ഒന്നും ടൈപ്പായി. ചേട്ടൻ പപ്പടം പൊരിക്കുകയാണ്. അപ്പൊ അവസാന ഘട്ടാണ്, ബാക്കിയൊക്കെ ആയി. പിന്നെ 5 മീന് മസാല ഇട്ടുണ്ട് അവസാനം, അത് ലാസ്റ്റ് മെല്ലെ പൊരിക്കുള്ളൂ. ബാക്കിയൊക്കെ ഇവര് സെറ്റാക്കി. ഞാനൊക്കെ നല്ല ഉറക്കം ഉറങ്ങി. പിന്നെ ഇതൊന്നും ചെയ്യാനൊക്കെ ഒരു പണിയല്ല. അച്ചായം വന്ന് ഇറങ്ങിയില്ലല്ലോ പുറത്തേക്ക്. ഡ്യൂട്ടിയാ
ആ ഞാനും വെച്ച അല്ലെങ്കിൽ ഞാനും വെച്ചാനും ഇവിടെ ഉണ്ടാവലുണ്ട്. പണ്ടൊക്കെ ബിരിയാണി ഒക്കെ ഞങ്ങളാണ് ഇവിടെ അല്ലേ? ഓ ഞങ്ങള് സദ്യക്ക് ഞങ്ങൾ നിൽക്കൂല, ഞങ്ങളെ കിട്ടൂല, വൈബില്ല. ഇതാ നല്ല കഷ്ണം മീൻ. ഇതേതാ ശരിയേട്ടാ? ഏതാ മീൻ? പുതിയാപ്പിള പോലെ. ആ പുതിയാപ്പിള പോലെ. അപ്പൊ ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇനി എല്ലാരും അതോ ഫുഡ് ഫുഡ് കഴിച്ചാ കുളിച്ചാ? ആ ഇവര് കുളിച്ച് ഡ്രസ് മാറ്റാനൊക്കെ ഉണ്ട്. ആയില്ല ഗായ്സ്, ഇവിടെ രണ്ടുപേരും മത്സരിച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ആരാണ് ഫസ്റ്റ് അടിക്കുക, ആരെ മുടിയാണ് ഫസ്റ്റ് റെഡി ആവുക. ആ അതിൻ്റെതായ ആ പുറത്തെ വർക്ക് എടുക്കുന്നുണ്ട് ഇവര്. ആദ്യം ഇവര് പ്രേമ പഠിക്കണം. ഇവളത് സെറ്റായി, സ്ട്രൈറ്റനിങ് ആയി. ഇവൾക്ക് ഭയങ്കര ആഗ്രഹമുള്ളതാണ് സ്ട്രൈറ്റ് ചെയ്യാന്ന്. ഇന്ന് വരെ ഞാൻ അതിന് പൈസ കൊടുത്തില്ല. ആ സ്മൂത്ത് ചെയ്യാ. അപ്പൊ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇവര്. പക്ഷെ ഇപ്പൊ കുറച്ചൊക്കെ ഇതായിക്കണ്. അപ്പൊ എല്ലാരും കമന്റ് ചെയ്യും, ഇവളെ സ്ട്രൈറ്റ് ഉള്ള മുടിയാണോ രസം, നോർമൽ മുടി? എനിക്ക് നോർമൽ മുടിയാണ് ഇഷ്ടം. സ്ട്രൈറ്റ് ചെയ്തപ്പോള് വേറെ ഏതോ ആളെ പോലെ തോന്നുന്നു. ഓക്കെ എന്നാ സ്മൂത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ വിഷുവായിട്ട് നമ്മള് മുടി വെട്ടാണ്. അപ്പൊ ബാർബർ 5 എടുത്തിരിക്കുന്നുണ്ട്. വെട്ടിത്തരല് രഹസ്യം. അതെ 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 അതെ. അപ്പൊ ഇനി നമുക്ക് അതെ അപ്പൊ നമുക്ക് നീ മുടി വെട്ടിയിട്ടുള്ള മോഡല് കാണാം. അങ്ങനെ ഗൈസ് ഗംഭീര മുതലാവും. ഇന്നത്തോടെ മുതലാവും. എന്താണ് ഹെയർ ഡ്രയർ ആൻഡ് സ്ട്രൈറ്റ്നർ. ഇത് അടിപൊളിയാണ്. അപ്പൊ രണ്ടിന്റെ റിവ്യൂ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അഞ്ജുവിൻ്റെതാണ് ബെറ്റർ. അതിന് പൈസ ഉണ്ട്, രണ്ടും ഉണ്ട്. യൂസാണ്. നമ്മളത് വെറും ഡ്രയർ മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തോണ്ടിരിക്കുകയാണ്. ആ ചെവിയൊക്കെ ഇപ്പൊ ഹീറ്റായി പോകുന്ന തോന്നുന്നത് മിക്കവാറും. പേടിക്കണോ അന്നേറ്റൊക്കെ നിക്കുമ്പോ? അതെ 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 അതെ. അങ്ങനെ ഗൈസ് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഷുവാണെന്ന്. അതെ വളരെ സിമ്പിൾ ആയിട്ട്. കാരണം കണിയൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയ, അതൊക്കെ വരുമ്പോഴാണ് ഹെവി പരിപാടി. ആ നമ്മളൊരു ഇവിടെ വർക്കിന്റെ പിന്നെ രജയേട്ടൻ വിളിച്ചപ്പോ അവരെ വിഷുവും കൂടി കൊളാക്കരുത് എന്നുള്ള രീതിയിൽ നമ്മൾ എന്തായാലും കൂടണമെന്ന് വെച്ചിട്ട് അവര് ഞങ്ങൾ വന്നില്ലെങ്കിൽ പിന്നെ പ്രാവശ്യം വിഷു ഇല്ല അങ്ങനെ പ്രത്യേകിച്ച്. അപ്പോ നമ്മളെ കൂടണമല്ലോ അവരെ കൂടെ. ആ അതെ അതെ അതെ. പിന്നെ രജയേട്ടൻ വിളിച്ചിട്ട് തന്നെയാണ് ആദ്യമായിട്ട് ഇത്രയും വർഷങ്ങൾ നമ്മൾ വിഷു കൂടിയുള്ളത്. അല്ലെങ്കിൽ കൂടൊന്നുമില്ല. എന്ത് വിഷു നമ്മളിങ്ങനെ സദ്യ കഴിക്കാത്രല്ലേ ഉള്ളൂ. ഇവിടെ 2 കുട്ടികൾ ഒരുങ്ങി നിൽക്കുന്നു. സുന്ദരിയും ഐറമോള് പൊട്ടൊക്കെ ഇട്ട് സെറ്റായിണ്ട്. ഓണായാലും ഞാൻ മുണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിക്കണേ. അതെ സെറ്റ്. എല്ലാരും സെറ്റാണ്. ഹാപ്പി വിഷു. അങ്ങനെ ഗായ്സ് നമ്മളെ സദ്യയുടെ ടൈമായി. എല്ലാവരും വരിയായിട്ട് ഇരുന്നിട്ടുണ്ട്. മക്കളൊക്കെ അത് ദ്രുപതി ഇരിക്കവിടെ. ചേച്ചി ഇല വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും അതിഗംഭീരമായി ഫുഡ് വിളമ്പുകയാണ്. പപ്പടം പിടിച്ച് ചേച്ചി, നേതൃത്വം വഹിക്കുന്ന അഞ്ജു, മക്കളൊക്കെ ഇത് ഇരിക്കുന്നു. അതും ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് കട്ടിലുമ്മ. അവര് ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. 1 മണി നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ട്. സെറ്റ് സാരി അല്ലെങ്കിലും വിഷുവിന്റെ ഒരു വൈബിലാണ് ചേച്ചി നിൽക്കുന്നത്. ചുരിദാറൊക്കെ ഇട്ട ക്രീം. രുചിയുടെ ദാ മുണ്ടെടുത്തിട്ട്, അച്ചായ മുണ്ടെടുത്തിട്ട് എല്ലാവരും തിരക്കിലാണ്. അങ്ങനെ ഗായ്സ് നമ്മളെല്ലാതും വിളമ്പി എത്ര 10-12 ഇല ഇട്ടിട്ടുണ്ട്.
എല്ലാരും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവസാനം എല്ലാരും കൂടി ഇരിക്കും, ഒറ്റ കഴിക്കല്. അപ്പൊ ഇതാണ് നമ്മളെ വിഷു. ഇരിക്ക് എല്ലാരും ഇരിക്ക്. ധ്രുവ അവസാന ഘട്ട പരിപാടിയിലാണ്. പായസവും പപ്പടവും. ഇങ്ങനുണ്ട്. വേറെ ലോകത്ത് പോയി വരാം. കഴിച്ചോളൂ. പിന്നെ നമ്മുടെ ആദു ധ്രുപതൊക്കെ ഇതാ ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡി ആവുന്നു. ഫിറു ഇതാ സെറ്റായി വരുന്നു മുണ്ടെടുത്തിട്ട്. സാഗർ അടുത്തതായി സാഗർ. പിന്നെ അടുത്തതാരാ? ബാക്കിയുള്ളവരെ കാണാനില്ലല്ലോ. സാഗർ ഇലിയാസ് ജാക്കി. അടുത്തതായി അഞ്ജുവിന്റെ വരവാണ് ഈ കാണുന്നത്. ചേട്ടന്റെ വരവാണ്. മുണ്ട് മടക്കി കുത്തി. അങ്ങനെ ഞങ്ങൾ വിഷു ആഘോഷത്തിലേക്ക് കടക്കുകയാണ് അല്ലേ? ആഘോഷം കഴിഞ്ഞ് കഴിക്കലുള്ള ആഘോഷം കഴിഞ്ഞ് വൈൻഡപ്പിലേക്ക് കടക്കുകയാണ്. ഫോട്ടോ എടുക്കാതൊരു ആഘോഷമില്ല ഞങ്ങൾക്ക്. ഞാനിതാ അതിനെ വിഷ്കൈ നീട്ടം കൊടുക്കുകയാണ്. ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ വിഷ്കൈ നീട്ടം. ഹാപ്പി അല്ലേ? താങ്ക് യു പറയ്. താങ്ക് യു. അങ്ങനെ ഞാൻ എൻ്റെ ധ്രുപദ കുട്ടനും വിഷ് ചെയ്തിട്ടൊക്കെ കൊടുക്കുകയാണ്. എന്താ പറയാള്? ഹാപ്പി അല്ലേ? ഗായ്സ്, അങ്ങനെ നമ്മളെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാനുള്ള വൈബിലാണ്. നല്ല മിച്ചറ്, നല്ല മുട്ട മിച്ചറും ചായയും. രജേട്ടൻ വന്ന്, സാഗറും വന്ന്, എല്ലാരും വന്ന്. അപ്പം ഒരുമിച്ച് ചായ കുടിക്കാം. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ പോവും. വേറെ കുറച്ച് പരിപാടികളുണ്ട്. ശരി, ബൈ എല്ലാവരോടും.